അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അധ്യായം 24 സൂറത്തുൻ നൂർ, 12 മുതൽ 16 വരെയുള്ള സൂക്തങ്ങളാണ് ഇന്നീ ക്ലാസ്സിലൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ചിലർ നടത്തിയ അപവാദ പ്രചാരണവും അതിനെക്കുറിച്ച് അള്ളാഹു നൽകുന്ന വളരെ ശക്തമായ താക്കീതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഈ ഒരു സംഭവത്തിൽ ധാരാളം ഗുണപാഠങ്ങൾ വിശ്വാസികൾക്കുണ്ട് എന്ന് വളരെ കൃത്യമായി ഈ അധ്യാപനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് ഗൗരവത്തോടെ അള്ളാഹു പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ലൗല ഇത് സമയത്തുമൂഹു വന്നൽ മുക്മിനൂന വൽ മുക്മിനാത്തു ബി അൻഫുസിഹിം ഖൈറൻ വഖാലു ഹാദാ ഇഫ്കും മുബീൻ. ലൗല എന്തുകൊണ്ടില്ല, ഇത് സമയത്തുമൂഹു നിങ്ങളത് കേട്ടപ്പോൾ, വന്നൽ മുക്മിനൂന സത്യവിശ്വാസികൾ വിചാരിക്കുകയും, വൽ മുക്മിനാത്ത് സത്യവിശ്വാസിനികളും, ബി അംഫുസിയും തങ്ങളെപ്പറ്റി തന്നെ, ഖൈറൻ നല്ലത്, വഖാലു അവർ പറയുകയും എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഹാദാ ഇഫ്കുൻ ഇത് കള്ളവാർത്തയാണ്, നുണയാണ്, മുബീൻ വളരെ വ്യക്തമായ. അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട, സഫ്വാൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കള്ളക്കഥകൾ കെട്ടിച്ചമച്ചത്, വ്യഭിചാരോപണം. നിങ്ങളത് കേട്ടപ്പോൾ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും തങ്ങളെപ്പറ്റി പരസ്പരം നല്ല വിചാരം വിചാരിക്കുകയും ഇത് വ്യക്തമായൊരു കള്ളവാർത്തയാണ് എന്ന് പറയുകയും എന്തുകൊണ്ട് ചെയ്തുകൂടായിരുന്നു. ലൗലാ ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ, അവർക്ക് ഒന്നുകൂടെ എന്താണ് കൊണ്ടുവരാത്തത്, അലൈഹി അതിന്മേൽ, ബി അർബഅത്തി ശുഹദാ 4 സാക്ഷികളെയും കൊണ്ട്, ഫൈദ ലം യഅ്തു എന്നാൽ അവർ കൊണ്ടുവരാത്ത സ്ഥിതിക്ക്, ബി ശുഹദാ സാക്ഷികളെ, ഫൗലായിക്ക അപ്പോൾ അക്കൂട്ടർ, ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ, ഹുമുൽ കാദിബൂൻ അവർ തന്നെയാണ് കള്ളം പറയുന്നവർ. എന്തുകൊണ്ടാണ് ഈ വ്യഭിചാരോപണം ഉന്നയിച്ചപ്പോൾ അവർ 4 സാക്ഷികളെ കൊണ്ടുവരാത്തത്? സാക്ഷികളെ കൊണ്ടുവരാത്ത സ്ഥിതിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ തന്നെയാണ് കള്ളം പറയുന്നവർ. പ്രിയമുള്ളവരെ, ഈ 2 ആയത്തിൽ വലിയ സന്ദേശങ്ങളുണ്ട്. സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരസ്പരം സഹോദരങ്ങളാണ്. ഒരു സഹോദരൻ മറ്റു സഹോദരനെക്കുറിച്ച്, സഹോദരിയെക്കുറിച്ച് നല്ലത് വിചാരിക്കണം. നന്മകൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം. കുറ്റങ്ങളും കുറവുകളും പരമാവധി മറച്ചു വെക്കണം. ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ചും ഇങ്ങനെയൊരു വാർത്ത കേട്ടപ്പോൾ നിങ്ങളത് ഉടനടി വിശ്വസിച്ച് കളഞ്ഞോ? അതങ്ങനെ പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായോ? 2 ആളുകൾ ഒരു യാത്രയിൽ നിന്ന് മാറി നിന്ന് വളരെ മോശമായൊരു പ്രവൃത്തി ചെയ്ത് പിന്നീട് പട്ടാപ്പകൽ ആ ജനമധ്യത്തിലേക്ക് വരുന്നു. ഇങ്ങനെ ഒന്ന് സംഭവിക്കുമോ? നിങ്ങൾക്കെന്തേ അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തത്? ആരുടെയൊക്കെയോ മനസ്സിൽ പ്രവാചകനോടുള്ള അസൂയയും വെറുപ്പുമൊക്കെയാണ് ഇതിലൂടെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ആ അവസരം അവർ മുതലാക്കി. നിങ്ങളും അറിയാതെ അതിൻ്റെ പ്രചാരകരായിട്ട് മാറി. സമൂഹത്തിൽ തിന്മയുടെ ഒരു കാര്യം വരുമ്പോൾ അത് പരമാവധി പ്രചരിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമാവരുത് സത്യവിശ്വാസികൾ. നന്മയെ പ്രോത്സാഹിപ്പിക്കാം, തിന്മയെ പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനും നമ്മുടെ സമീപനം സാധ്യമായിക്കൂടാ. അല്ലെങ്കിൽ നമ്മുടെ സമീപനങ്ങൾ അതിനൊരു വെളിച്ചമായിക്കൂടാ. അതോടൊപ്പം തന്നെ വ്യഭിചാരോപണം തെളിയിക്കുവാൻ 4 സാക്ഷികൾ വേണമെന്നത് ഇസ്ലാമിൻ്റെ വളരെ സ്പഷ്ടമായ നിയമമാണ്. ഇവിടെ പ്രവാചക പത്നിക്കും സ്വഹാബിക്കുമെതിരെയുള്ള വ്യഭിചാരോപണം തെളിയിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? അത് സാധ്യമാകത്തിടത്തോളം നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരാണ്. ഒരു സംഭവം യഥാർത്ഥത്തിൽ ശരിയായിരുന്നാൽ തന്നെയും നമുക്ക് മുമ്പിൽ അത് സാക്ഷികളില്ല എങ്കിൽ അതിനെ മറച്ചു വെക്കണം. അതിൻ്റെ ശിക്ഷ പടച്ചോൻ കൊടുത്തോളും. കഴിയുമെങ്കിൽ അയാളെ സ്വകാര്യമായിട്ട് നമ്മൾ ഉപദേശിക്കണം. ആ തെറ്റുകൾ വർത്തിക്കാനുള്ള അവസരം നൽകുകയല്ല വേണ്ടത്. തെറ്റ് ചെയ്യുന്ന ആളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അയാളെ ഉപദേശിക്കുകയും ചെയ്യണം. സമൂഹ മധ്യത്തിൽ മാനം കെടുത്തുക എന്ന നിലപാടല്ല ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്.
മറ്റെല്ലാ വിഷയത്തിലും 2 സാക്ഷികളെയാണ് ഇസ്ലാം നിശ്ചയിച്ചത്. ഇവിടെ വ്യഭിചാരത്തിന് 4 സാക്ഷികൾ വേണം ശിക്ഷ നടപ്പിലാക്കാൻ എന്നതാണ്. അഥവാ വ്യഭിചാരത്തിൻ്റെയും അതിൻ്റെ ശിക്ഷയുടെയും ഗൗരവമാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ഫിദ്ദുനിയ വൽ ആഖിറതി ലമസ്സക്കും ഫീമാ അഫഅതും ഫീഹി അദാബുൻ അളീം. അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും നിങ്ങളിൽ ഇഹത്തിലും പരത്തിലും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ യാതൊന്നിൽ മുഴുകിയിരിക്കുന്നുവോ അക്കാര്യത്തിൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ സ്പർശിക്കുമായിരുന്നു. ഇത് തലഖൗനഹു ബി അൽസിനത്തിക്കും വതഖൂലൂന ബി അഫ്വാഹിക്കും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ വതഹ്സബൂനഹു ഹയ്യിനം വഹുവ ഇൻദല്ലാഹി അളീം. നിങ്ങളുടെ നാവുകളാൽ നിങ്ങളത് ഏറ്റുപറയുകയും നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ വായ കൊണ്ട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പോഴായിരുന്നു അത് ബന്ധിക്കേണ്ടത്. സത്യത്തിൽ അതുണ്ടായില്ല. നിങ്ങളിതൊരു നിസ്സാര കാര്യമെന്ന് ഗണിക്കുന്നു. അതാകട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ചതാണ്. ഫദ്ലുല്ലാ എന്നാൽ അള്ളാഹുവിൻ്റെ ദയവ്. ലമസ്സക്കും നിങ്ങളെ സ്പർശിച്ചിരിക്കുന്നു എന്നാണ്. അഫഅതും ഫീഹി എന്നാൽ നിങ്ങളതിൽ മുഴുകിയിരിക്കുന്നു. ഇത് തലഖൗനഹു എന്നാൽ നിങ്ങളത് ഏറ്റുപറയുന്ന സന്ദർഭത്തിൽ. ലിസാന്, അൽസിനത്ത്, നാവുകൾ. അഫ്ഹാഹിക്കും ബി അഫ്ഹാഹിക്കും എന്ന് പറഞ്ഞാൽ ബി അഫ്വാഹിക്കും നിങ്ങളുടെ വായകൾ കൊണ്ട്. വ തഹ്സബൂനഹു നിങ്ങളത് ഗൗനിക്കുന്നു ഹയ്യിനൻ നിസ്സാരമെന്ന്. എന്നാൽ വഹുവ ഇൻദല്ലാഹി അലീം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അലീമാണ്, വമ്പിച്ചതാണ്. ഇവിടെ പശ്ചാത്താപത്തിന് സൗകര്യം നൽകിക്കൊണ്ടും മറ്റും ഇഹത്തിൽ വെച്ചും കുറ്റം മാപ്പ് ചെയ്തുകൊണ്ട് പരത്തിൽ വെച്ചും അള്ളാഹു അവരെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ ആ സന്ദർഭത്തിൽ തന്നെ ശരിയായ അറിവും രേഖവുമില്ലാതെ കേട്ടതങ്ങ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന അതേ അവസരത്തിൽ അള്ളാഹു ശിക്ഷിക്കുമായിരുന്നു. ഇവിടെ അത് ചെയ്തില്ല. നിങ്ങളത് നിസ്സാരമെന്ന് ഗണിച്ചുപോയി. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവപ്പെട്ട കാര്യമാണ്. ഒരാളെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുക, അതും ഇതും പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നത് വളരെ വളരെ മോശമായ ഒരു കാര്യമാണ്. കേവലം മോശമെന്നതിലുപരി ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കാൻ കാരണമായ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ സജീവമായൊരു ലോകത്ത് പലതും പ്രചരിപ്പിക്കാനും ഫേക്ക് ന്യൂസുകളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ സമീപത്തേക്ക് എത്താനുമൊക്കെയുള്ള സാധ്യത വളരെ വലുതാണ്. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അതങ്ങ് പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ സത്യവിശ്വാസികൾ ഉണ്ടാവാൻ പാടില്ല എന്നാണല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത്. വലൗല ഇദ് സമഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. വലൗല എന്തുകൊണ്ടില്ല, നിങ്ങൾക്കായിക്കൂടായിരുന്നോ, ഇത് സമയത്തുമൂഹു നിങ്ങളത് കേട്ടപ്പോൾ, ഖുൽതും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, മാ യകൂനു ലനാ നമുക്ക് പാടില്ല, നമുക്ക് ആയിക്കൂടാ, അൻ നതകല്ലമ ഇങ്ങനെ നാം സംസാരിക്കാൻ ബിഹാദാ ഇതിനെപ്പറ്റി, സുബ്ഹാനക നീ മഹാപരിശുദ്ധൻ, നിനക്ക് സ്തോത്രം, ഹാദാ ബുഹ്താനുൻ ഇത് കെട്ടുകഥയാണ്, കള്ളക്കഥയാണ്, അലീം വമ്പിച്ച. അഥവാ ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല, ഞങ്ങളൊന്നും ഇങ്ങനെ പറയുന്ന ആളുകളല്ല, നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ സുബ്ഹാനക, അഥവാ ഗൗരവപ്പെട്ടതോ അതിശയോക്തി കലർന്നതോ ആയ വല്ലതും കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ സുബ്ഹാനക നീ പരിശുദ്ധനെന്നും സുബ്ഹാനല്ലാ അള്ളാഹു മഹാപരിശുദ്ധനെന്നും പറയുക പതിവാണ്. ഇത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ അള്ളാഹു സുബ്ഹാനഹു തആല ചില അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട വ്യഭിചാര ആരോപണത്തിൻ്റെ ആ കാലത്തെയോ സംഭവത്തെയോ മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് പരിമിതപ്പെടുത്തേണ്ടതല്ല. പുതിയ കാലത്തും പുതിയ സാഹചര്യത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ഇത്തരം വാർത്തകളും പ്രചാരണങ്ങളും സജീവമാണ്. അത്തരം വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട കൃത്യമായ നിലപാടുകൾ മനസ്സിലാക്കാൻ ഈ അധ്യായത്തിൻ്റെ പഠനം നമുക്കേറെ ഉപകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.